എനിക്ക് ആദ്യമായിട്ട് വന്നൊരു കമൻ്റ് ഇതാണ് കേട്ടോ. ആളൊരു ന്യൂ റൈറ്ററാണ്, തോമൻ എന്ന പേരായിട്ട് 16 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ആളോട് ഞാൻ എനിക്ക് ആളുടെ പേര് സെർച്ച് ചെയ്തിട്ട് കിട്ടാതായപ്പോൾ ഞാൻ എൻ്റെ ലിപി ID പറഞ്ഞു കൊടുത്തിട്ട് എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെ ഫോളോ ചെയ്യുന്നവരെ ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് ഫോളോ ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾ പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ രചനകൾ ഞാൻ പോസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വന്നൊരു മറ്റൊരു കമൻ്റാണ്, ഞാനും എഴുതുന്നുണ്ട്, ഒരു വീക്കൊക്കെ ആയിട്ടുള്ളൂ, എന്നെയും സപ്പോർട്ടാക്കണേ, നേഹ ആണ് എൻ്റെ ID. അപ്പോൾ ഈ ആളോട് ഞാൻ പറഞ്ഞത്, എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഫോളോ ചെയ്യുകയും ചെയ്തു. ഈ ആളുടെ രചന ഞാൻ പോസ്റ്റ് വഴി സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. ഇനി പാൻ കാർഡ് കൊടുത്തിട്ടും വിഡ്രോ ഓപ്ഷൻ കാണുന്നില്ലല്ലോ എന്നൊരു കമൻറ്റ് വന്നു. അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരിക്കലും വിഡ്രോ എന്നൊരു ഓപ്ഷൻ പ്രതിലിപിയിൽ കാണത്തില്ല. അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ചേർക്കുക എന്നൊരു ഓപ്ഷൻ ആയിരിക്കും. അതിൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നമ്മുടെ പാൻ കാർഡും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും 10-ാം തീയതിക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും. അങ്ങനെയാണ് ഉണ്ടാവുക, അല്ലാതെ നമ്മൾ നേരിട്ട് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ 2.70 എത്രയാണ് എങ്ങനെ മനസ്സിലാക്കുക എന്നൊരു കമൻറ്റ് വന്നത് ആ കുട്ടിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ 50 രൂപയിൽ മേലെ ഉണ്ടെങ്കിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുക എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞതാണ് 2.70 ആണെന്നുള്ളത്. അത് ഇന്ത്യൻ മണി ആണെന്നുണ്ടെങ്കിൽ 50 രൂപ ആയെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറത്തുള്ളൂ. സബ്സ്ക്രൈബ് പേ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതെന്താ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നോർമലി നമ്മുടെ പ്രതിലിപിയിൽ ഹോം പേജിൽ തന്നെ ഏറ്റവും മുകളിൽ ഡയമണ്ടിൻ്റെ ചിഹ്നം കാണും, അതുവഴിയാണ് നമ്മൾ ചെയ്യാറ്. ഇനി പിന്നെ വേറെ എന്തെങ്കിലും അതിൻ്റെ ഇടയിലുണ്ടോ എന്നുള്ളത് നമുക്ക് പ്രതിലിപിയായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും. ഇനി ഞാൻ ലിപിയിൽ ന്യൂ ആണ്, എന്നാലും എങ്ങനെയാണ് ഇതൊക്കെ വ്യൂസ് തരുന്ന സ്റ്റിക്കേഴ്സ് ആണോ, അത് മാത്രമാണോ ക്യാഷ് ആവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വ്യൂസ് തരുന്ന സ്റ്റിക്കർ കൊണ്ട് മാത്രം നമുക്ക് ഇതേപോലെ വരുമാനം കിട്ടത്തില്ല. എൻ്റെ വരുമാനം ഞാൻ മുന്നേ നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്, വീഡിയോസിലും കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ മാത്രമായിട്ട് കിട്ടത്തില്ല ഒരിക്കലും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1000 വേർഡ്സിൽ മേലെ ഉള്ള പാർട്ടുകൾ ഇടാൻ ശ്രമിക്കുക. കൂടുതൽ പാർട്സുകൾ ഇടാൻ ശ്രമിക്കുക. ഒരു 10-ൽ കൂടുതൽ പാർട്ടെങ്കിലും ഒരു മാസത്തിൽ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. 10-15 പാർട്ടെങ്കിലും ഇടണം. എൻ്റെ മൊത്തം വ്യൂസാണ് ഇയാൾ ചോദിച്ചത് നിങ്ങൾക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 9 ലക്ഷത്തിൻ്റെ മേലെ, 9.5 ലക്ഷത്തിൻ്റെ മേലെ ഉണ്ട് എനിക്ക് മൊത്തം വ്യൂസ് കേട്ടോ. പ്രതിലിപിയിലെ വായനക്കാരെണ്ണാണ് ഞാൻ പറഞ്ഞത്. ഇനി യൂട്യൂബിൽ സ്റ്റോറി പബ്ലിഷ് ചെയ്യുമ്പോൾ ലിപിയിൽ വരുമാനം കുറയ്ക്കുമോ അവരെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പ്രതിലിപിയിൽ ഇടുന്നത് ഈ വേർഡ്സിൻ്റെ എണ്ണം വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അതേ വീഡിയോ തന്നെയാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. അത് വെച്ച് ഒരിക്കലും കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഗോൾഡൻ ബാഡ്ജ് കിട്ടിയ ശേഷം പിന്നെ എല്ലാ മാസവും 5 രചന ഇട്ടില്ലെങ്കിൽ ഗോൾഡൻ ബാഡ്ജ് ഇല്ലാതായി പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതില്ല. നമുക്ക് 5 രചനയും ഒരു മാസത്തിൽ 5 രചനയും 200 ഫോളോവേഴ്സ് ഉണ്ടെങ്കിലാണ് ഗോൾഡൻ ബാഡ്ജ് കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥിരം 200 ഫോളോവേഴ്സിൽ കൂടത്തേ ഉള്ളൂ, അതൊരിക്കലും കുറയത്തില്ല. അത് കാരണം നമുക്ക് എങ്ങനെ പോയാലും ബാഡ്ജ് നഷ്ടപ്പെടില്ല കേട്ടോ. എൻ്റെ ലിപി ID ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി ബോണസ് പാർട്ട് എങ്ങനെ എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചിലവർ നമ്മുടെ സ്റ്റോറിക്ക്, അതായത് അവരുടെ സ്റ്റോറിക്ക് ബോണസ് പാർട്ട് ഇടും. അത് നമ്മൾ കാശ് കൊടുത്ത് കോയിൻ വാങ്ങി 15 കോയിനൊക്കെ മുടക്കിയിട്ട് വേണം ബോണസ് പാർട്ട് വായിക്കാനായിട്ട്. ഇനി ചേച്ചി ക്യാഷ് ക്രെഡിറ്റ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ മാസവും 31-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി രാത്രി നമുക്ക് ഇത്ര രൂപ കിട്ടി എന്നുള്ളത് എൻ്റെ സമ്പാദ്യം എന്നുള്ള സ്ഥാനത്ത് കാണിച്ചിരിക്കും.
അത് കഴിഞ്ഞ് എല്ലാ മാസവും 10-ാം തീയതിക്കുള്ളിൽ ആ കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്യും. ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ പാൻ നമ്പർ ചോദിക്കുന്നുണ്ട്. പാൻ കാർഡ് ഇല്ലെങ്കിൽ പൈസ കിട്ടില്ലേ, പ്ലീസ് റിപ്ലൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തത് എനിക്ക് പാൻ കാർഡില്ല. ഞാൻ എൻ്റെ വാപ്പച്ചിയുടെ ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡിൻ്റെ നമ്പറാണ് കൊടുത്തത്. ഇപ്പം എനിക്ക് എല്ലാ മാസവും വാപ്പച്ചിയുടെ അക്കൗണ്ടിലേക്കാണ് കാശ് വരിക. കാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനതെൻ്റെ അക്കൗണ്ടിലേക്ക് GPay ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. ചേച്ചി, ഞാൻ ആദ്യം കൊടുത്ത പാൻ കാർഡ് നമ്പറും മൊബൈൽ നമ്പറും ചേഞ്ച് ചെയ്യണം. അതെങ്ങനെ പ്രതിലിപിയിൽ ചേഞ്ച് ചെയ്യാൻ കഴിയുക? ഞാൻ ആദ്യം കൊടുത്ത ബാങ്ക് വിവരങ്ങൾ തെറ്റായിരുന്നു, അത് തിരുത്താൻ കാണിച്ചിരുന്നു. ഞാൻ എന്നിട്ട് എനിക്ക് പുതിയ അക്കൗണ്ട് തുടങ്ങി. എന്നിട്ട് പ്രതിലിപിയിൽ ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ പാൻ ആൻഡ് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്ത രീതി ആദ്യം പറയാം. ഞാൻ ആദ്യം ബാങ്ക് ഡീറ്റെയിൽസ് മാത്രമാണ് കൊടുത്തിരുന്നത്. അത് ആദ്യം അങ്ങനെ മതിയായിരുന്നു. പാൻ നമ്പർ ചോദിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ അക്കൗണ്ട് മാത്രമാണ് ഞാൻ കൊടുത്തിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് പാൻ കാർഡിൻ്റെ കാര്യം കൂടെ വന്നത്. അത് കാരണം കൊണ്ട് ഞാൻ പ്രതിലിപിക്ക് നേരിട്ട് മെയിൽ അയക്കുകയാണ് ചെയ്തത്, എനിക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ മൺഡേ ടു ഫ്രൈഡേ വരെ നമുക്ക് റിപ്ലൈ തന്നിരിക്കും. സാറ്റർഡേയും സൺഡേയും മുടക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തിരിച്ച് മെയിൽ തരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി, ചേച്ചി പ്ലീസ് റിപ്ലൈ മീ, പ്രതിലിപിയിലെ കഥകൾക്ക് എങ്ങനെയാണ് അട്രാക്റ്റീവ് കവിപ്പിക്ക് കൊടുക്കുന്നത്, ഡീറ്റെയിൽസ് പറഞ്ഞു തരാമോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവേ ചെയ്യുക നായകൻ്റെയും നായികയുടെയും പിക്ചറാണ് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏത് കഥയെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് തീം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയോ ക്രിയേറ്റ് ചെയ്തിട്ട് കവർ ചിത്രമായിട്ട് കൊടുക്കാവുന്നതാണ്. ചേച്ചി, ഇതിനൊന്ന് ആൻസർ തരുമോ? ഞാൻ കുറേ നോക്കി കിട്ടുന്നില്ല. എനിക്ക് റേറ്റിംഗ് ചെയ്യുമ്പോൾ കവർ പേജ് ഫസ്റ്റത്തെ പാർട്ടിന് മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റത്തേന് മാത്രമാണ് ഞാനും കൊടുക്കാറ്. ഞാൻ വലിയ വലിയ റൈറ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോ പാർട്ടിനും സെപ്പറേറ്റ് ആയിട്ട്. പിന്നത്തേന് ഞാനങ്ങനെ അതിന് താഴെയുള്ളവരൊക്കെ ഞാൻ മിക്കവരും കണ്ടിട്ടില്ല, എനിക്കറിയില്ല കേട്ടോ. ഇനി എനിക്ക് സബ്സ്ക്രിപ്ഷൻ പറ്റണില്ല, നോട്ട് അലൗഡ് എന്ന് കാണിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അലൗഡ് അല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മത് ലഭിക്കുന്ന മെയിൽ ചെയ്ത് ചോദിക്കേണ്ടി വരും. സബ്സ്ക്രിപ്ഷൻ ഇട്ടില്ലെങ്കിൽ ഇൻകം കൂടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ വഴിയാണ് നമുക്ക് വരുമാനം കൂടത്തുള്ളൂ. സബ്സ്ക്രിപ്ഷനിൽ ഇട്ടാൽ വായനക്കാർ കുറയും എന്നൊരു പേടി പലർക്കുണ്ട്. പക്ഷെ ഇല്ല, നമുക്ക് വായനക്കാർ കിട്ടുകയും ചെയ്യും, അതുവഴി നമുക്ക് വരുമാനവും കൂടും. ചേച്ചി, ഇതിൽ നിന്ന് എങ്ങനെ പൈസ കിട്ടുക? സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരുമോ? സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് വരുമാനം കിട്ടുക. ഇപ്പം തന്നെ ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. 1000 വേർഡ്സിൽ കൂടുതലുള്ള പാർട്ടുകൾ ഇടാൻ ശ്രമിക്കുക, സബ്സ്ക്രിപ്ഷനിൽ ഇടാൻ ശ്രമിക്കുക. തുടർച്ചയായി നമ്മൾ 1 മന്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 മന്തിൻ്റെ കിട്ടില്ല എന്നുണ്ടോ? എനിക്കിപ്പോൾ 1 മന്തിൻ്റെ ഓപ്ഷനില്ല, 6 മന്തിൻ്റെയും 1 ഇയറിൻ്റെയും ഉള്ളൂ. അത് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിൻ്റെ ചോദ്യമാണ്. എനിക്കും അങ്ങനെ ഒരു വട്ടം കിട്ടിയിട്ടുള്ളൂ. അത് റൗണ്ട് ചെയ്ത് പോകണം എന്നാണ് എനിക്കും തോന്നുന്നത് കേട്ടോ. സബ്സ്ക്രിപ്ഷനിലിട്ട് അത് ആൾക്കാർ വായിച്ചാലാണോ ഇൻകം വരുന്നത്? അതെ, അത് വായിച്ചാൽ തന്നെയാണ് നമുക്ക് ഇൻകം കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ എമൗണ്ട് എങ്ങനെ കാണാൻ പറ്റും? ഞാൻ ഒരുപാട് തപ്പി നോക്കി എമൗണ്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനും കാണുന്നില്ല. നമ്മുടെ ഹോം പേജിൽ എൻ്റെ സമ്പാദ്യം എന്നൊരു ഓപ്ഷൻ കാണും, അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ കാണിക്കുന്നത് കേട്ടോ. ഇതിൽ എഴുത്തുകൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പരമാവധി നമ്മുടെ സോഷ്യൽ മീഡിയാസ്, നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയാസ്, വാട്സപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റ ആവട്ടെ, അതുവഴി നമ്മൾ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുവഴിയാണ് നമുക്ക് കൂടുതൽ വായനക്കാരെ കിട്ടുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഡെയിലി സീരീസ്, പിന്നെ ഡെയിലി വരുന്ന വിഷയങ്ങൾ അതിലൊക്കെ എഴുതാൻ ശ്രമിക്കുക. സബ്സ്ക്രിപ്ഷൻ അൺസബ്സ്ക്രൈബ് ചെയ്താൽ റീഫണ്ട് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റീഫണ്ട് കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ലിബിയനോട് തന്നെ മെയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ എനിക്ക് ഫോളോ ചെയ്യാനും എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇത് ഹിന്ദിയിലാണ്. ഹൗ മച്ച് ഹാവ് യു ഏൺഡ്? ഞാൻ എത്രത്തോളം ഏൺ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ഏകദേശം 20,000 25,000 അതിൻ്റെ അടുത്ത് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഹലോ ചേച്ചി, ഞാൻ ഒരു സ്റ്റുഡൻ്റാണ്.
കഥകൾ എഴുതാൻ ഇഷ്ടമുണ്ട്, തുടങ്ങിയിട്ടുള്ളൂ എഴുതാൻ. കഥകൾ എഴുതിയിട്ടാൽ പൈസ കയറുമ്പോൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് പറയാമോ? കൊടുക്കേണ്ട ഡീറ്റെയിൽസ് തന്നെയുള്ളൂ. ബാങ്ക് ഡീറ്റെയിൽസും പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം കേട്ടോ. ഞാൻ സ്റ്റോറി ഇടുന്നതാണ്, വ്യൂസ് ഉണ്ട്. ബട്ട് സ്റ്റോറി എങ്ങനെയാണ് ലോക്ക് ചെയ്യുക? ഇപ്പോൾ 2 സ്റ്റോറീസ് നല്ല വ്യൂസ് ഉണ്ട്, ബട്ട് ലോക്ക് അല്ല. പാർട്ട് എബവ് 45 ഉണ്ട്. ക്യാഷ് കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് കുറേ സെർച്ച് ചെയ്തു. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ആയിട്ട് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ ഇടുന്നതായിരിക്കും. എഴുത്ത് ഒരു കഴിവ് എങ്ങനെയാ കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. എഴുതി തന്നെയാണ് എനിക്കും കിട്ടിയത്. ഇപ്പം എൻ്റെ സ്റ്റോറി ഇപ്പോഴും ഞാൻ പറയുന്നില്ല ഏറ്റവും മികച്ചതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മറ്റുള്ളവരാണ് അത് പറയേണ്ടത്. അപ്പം നിങ്ങൾ തന്നെ വായിച്ച് നിങ്ങൾ തന്നെ പറയാം. ചേച്ചി ഇപ്പോൾ എമൗണ്ട് പ്രോസസ്സിങ് എന്ന് കാണിക്കുന്നുണ്ട്, അപ്പോൾ എന്നേക്കാവും എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്? ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സമയമെടുക്കും. ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സമയമെടുക്കില്ല. 10-ാം തീയതിക്കുള്ളിൽ ഉറപ്പായിട്ട് നമ്മുടെ ബാങ്കിലേക്ക് കയറിയിരിക്കും. ചേച്ചി എനിക്ക് പാൻ കാർഡില്ല, ഉമ്മാൻ്റെ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നെയും ആണ് കൊടുത്തത്, നമ്പർ എൻ്റേതും. അപ്പോൾ ഉമ്മാൻ്റെ അക്കൗണ്ടിലാണോ പൈസ വരുന്നത്? അതേ, നമ്മൾ ഏത് ബാങ്ക് ഡീറ്റെയിൽസ് ആണോ കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിലായിരിക്കും പൈസ വരുന്നത്. വ്യൂസ് കൂട്ടുന്നത് എങ്ങനെയാണ്? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി സീരീസിൽ എഴുതുക, ഡെയിലി സീരീസിലേക്ക് ആക്കാൻ ശ്രമിക്കുക, ഡെയിലി വിഷയത്തിൽ എഴുതാൻ ശ്രമിക്കുക. പിന്നെ സോഷ്യൽ മീഡിയാസിൽ നമ്മൾ ഷെയർ ചെയ്യാം. പ്രതിലിപി 1 RS സബ്സ്ക്രിപ്ഷൻ 3 day ട്രയൽ എന്താ? പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 150 പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ തന്നെ ചെറിയൊരു ട്രയലാണ്. 1 രൂപ കൊടുത്തു കഴിഞ്ഞാലുള്ള സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റോറീസും ലോക്കില്ലാതെ വായിക്കാൻ കഴിയും. പിന്നെ ഓട്ടോമാറ്റിക്കലി പോകുമോ എന്നുള്ളത് നിങ്ങളുടെ GPayയിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ ഓട്ടോ പേ എന്നുള്ളതുണ്ട്. ആ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. ചേച്ചി എങ്ങനെയാണ് സ്റ്റോറീസ് ലോക്കാക്കുക? 200 ഫോളോവേഴ്സ് വേണം എന്നുണ്ടോ? 200 ഫോളോവേഴ്സ് വേണം. ഗോൾഡൻ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് സ്റ്റോറി ലോക്കിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്താൽ ക്യാഷ് കിട്ടുമോ? ഒരു സ്റ്റോറിയിൽ കൂടുതൽ പാർട്ടുകൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ബാഡ്ജും കൂടെ ആവശ്യമാണ്. പ്രതിലിപിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, പ്രതിലിപിയിൽ നിന്ന് തന്നെയാണ് ഇത്രയും രൂപ കിട്ടിയത്. ഒരു കഥ എഴുതി എങ്ങനെ വേണ്ടത് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് വ്യൂസ് ഇല്ല, ആരും വായിക്കാനില്ലാത്തപ്പോൾ കഥ എഴുതാൻ ഒരു മോട്ടിവേഷനും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇപ്പം തന്നെ വീണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വെറുപ്പ് തോന്നിയിട്ട് വീണ്ടും പറയുകയാണ്. നിങ്ങൾ ഡെയിലി സീരീസിൽ രചന ആക്കാൻ ശ്രമിക്കണം, ഡെയിലി വിഷയങ്ങൾ എഴുതാൻ ശ്രമിക്കണം, സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവരുടെ രചന വായിച്ചിട്ട് അവരെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെയാണ് ഈ വീഡിയോയ്ക്ക് വന്നിട്ടുള്ള കമൻസ്. അതിനുള്ള ഉത്തരങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കണ്ടല്ലോ, ഈ വീഡിയോയ്ക്ക് എനിക്ക് മൊത്തം കിട്ടിക്കണ വ്യൂസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ 31,886 വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ 38 സബ് കയറിയിട്ടുണ്ട്. സബ് ചെയ്യാതെ കമൻ്റ് ഇടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ കേട്ടോ, ഒരു നിമിഷം. ഈ ഒരു ചാനലും കൂടെ നിങ്ങളൊന്ന് സബ്ബാക്കി വെക്കണേ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.